വൈര്യ നിര്യാത ബുദ്ധിയോടുകൂടി പെരുമാറുക എന്നൊരു പ്രയോഗമുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ പഴയ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. റോഷി മന്ത്രിയായ കാലത്ത് അയാളുടെ പേഴ്സണൽ സ്റ്റാഫിൽ കുടിയേറാൻ ശ്രമിച്ച തൊടുപുഴക്കാരനായ ഒരു വിദ്വാൻ ക്രിമിനൽ കേസിന്റെ അകമ്പടി ഉണ്ടായിരുന്നതിനാൽ പേഴ്സണൽ സ്റ്റാഫിൽ നിയമനം ലഭിച്ചില്ല. രഹസ്യ പോലീസ് സമ്മതിച്ചില്ലെന്ന് വേണം ചുരുക്കത്തിൽ പറയാൻ. എങ്കിലും പാർട്ടിയുടെ അക്കൗണ്ടിൽ പേഴ്സണൽ സ്റ്റാഫിൽ കയറിയ ഒരാളുടെ ശമ്പളത്തിൽ നിന്നും കഴിഞ്ഞ 5 വർഷമായി 30,000 രൂപ വീതം കൈപ്പറ്റിക്കൊണ്ടിരുന്ന ഈ വിദ്വാൻ കാലങ്ങളായി റോഷിക്കെതിരെ തിരിഞ്ഞ് പ്രവർത്തിക്കുന്നു. റോഷിയുടെ വകുപ്പിൽ അഴിമതികൾ നടക്കുന്നുവെന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മറ്റു വകുപ്പുകളിലൊന്നും അഴിമതി അന്വേഷിച്ചിട്ട് ഇയാൾക്ക് കാണാൻ സാധിച്ചില്ല. പണ്ട് പി ജെ ജോസഫിനെ പാർട്ടിയിലേക്ക് കുടിയിരുത്താൻ KM മാണി ശ്രമിച്ചപ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ഇയാളാണ്. KM മാണിയുടെ മരണശേഷം ജോസഫിന്റെ കോലം കത്തിച്ച് പ്രശസ്തനായ ഇയാൾ പാർട്ടിയുടെ ബുദ്ധിജീവിയാണെന്നും സമൂഹ മാധ്യമങ്ങളുടെ ചുമതലക്കാരനാണെന്നും പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം ജോസ് കെ മാണിയുടെ അറിവോടുകൂടി സംഭവിക്കുന്നുവെന്നാണ് പൊതുജനം വെച്ചിരുന്നത്. ജോസഫിന്റെ കോലം കത്തിച്ചത് ജോസ് കെ മാണി പറഞ്ഞിട്ടാണെന്നാണ് ഇയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തി നടന്നത്. ജോസ് കെ മാണി പാർട്ടിയുടെ ചുമതലക്കാരനായി വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ മുഖ്യ കൈക്കാരനായി ഇയാൾ നടക്കുമ്പോൾ ജോസ് കെ മാണിക്ക് പാർട്ടിക്കുള്ളിൽ ധാരാളം ശത്രുക്കളെ നേടിയെടുക്കുവാൻ ഇയാളെ കൊണ്ട് സാധിച്ചുവെന്നാണ് പൊതുജനം പറയുന്നത്. ഇവനെ പോലെയുള്ള ആളുകളാണ് ജോസ് കെ മാണിയുടെ അടിത്തറ തോണ്ടുന്നതെന്ന് ജോസ് കെ മാണിക്ക് ആര് പറഞ്ഞു കൊടുക്കുമെന്നുള്ളതാണ് പാർട്ടിക്കാരുടെ അടക്കി പിടിച്ചുള്ള സംസാരം. ജോയി എബ്രഹാം, തോമസ് ഉണ്ണിയാടൻ, വിക്ടർ ടി തോമസ് തുടങ്ങിയ മുഴുവൻ പേരെയും ജോസിന്റെ ശത്രുക്കളാക്കി മാറ്റിയത് ഇയാളുടെ അക്ഷീണം പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ്. ജോസിനെ സ്നേഹിക്കുകയാണെന്ന് ഭാവിച്ചുകൊണ്ട് ജോസിന്റെ നാശം കണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് മറ്റ് പാർട്ടിക്കാർ ഇയാളെ വിലയിരുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 18 ലക്ഷം രൂപ ടാക്സ് ഇല്ലാതെ സർക്കാരിൽ നിന്നും ശമ്പളത്തിന്റെ വിഹിതമായി കഴിഞ്ഞ 5 വർഷം വാങ്ങി പോക്കറ്റിലിട്ട ഇയാൾ തന്നെ പാർട്ടി മന്ത്രിക്കെതിരെ മറ്റൊരാളെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ജലസേചന വകുപ്പിന്റെ കീഴിൽ നിയമാനുസൃതം ടെൻഡർ വിളിച്ച് നടത്തുവാൻ ഉദ്ദേശിച്ച ടൂറിസം പദ്ധതിയുടെ പേരിലാണ് ഇപ്പോൾ പരാതി വിജിലൻസിലേക്ക് പോയിരിക്കുന്നത്. മുൻപ് ജോയി എബ്രഹാമിന്റെയും തോമസ് ഉണ്ണിയാടന്റെയും ഒക്കെ പേരിൽ വ്യാജ വാർത്തകൾ കൊടുത്ത് പരദൂഷണങ്ങൾ എഴുതി പിടിപ്പിച്ച് അപമാനിച്ച് പുറത്താക്കിയെങ്കിൽ റോഷിയെയും അങ്ങനെ പുറത്താക്കാമെന്നാണ് ഇയാൾ കണക്കൂട്ടുന്നത്. ഇയാൾ പാർട്ടിക്ക് പുറത്താണെന്നാണ് പൊതുവെയുള്ള അറിവെങ്കിലും പാർട്ടിയിലെ ചിലരുമായി കൂടിയാലോചന നടത്തി ഒരു പാർട്ടി പ്രവർത്തകനെ പോലെ തന്നെയാണ് പാർട്ടിക്ക് പുറത്തുനിന്ന് പ്രവർത്തിക്കുന്നത്. ഏതായാലും പാർട്ടിക്കുള്ളിലെ മുപ്പളത്തർക്കം നിൽക്കുമ്പോൾ തന്നെയാണ് ഈ രീതിയിലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ എന്നത് കാണാതെ പോകരുത്. ഓർമ്മ വെച്ച കാലം മുതൽ കേരള കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന റോഷി അഗസ്റ്റിന്റെ പേര് പാർട്ടിയിൽ നിന്ന് പലവട്ടം പുറത്തുപോയി തിരിച്ചു വന്ന താക്കോൽ സ്ഥാനീയന്റെയും താഴെയാണ് പത്രവാർത്തകളിൽ പോലും, അതായത് ഔദ്യോഗിക കുറിപ്പുകളിൽ പോലും കാണുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി തിരിച്ചു വന്നവന്മാർ ആരെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ മുഖ്യധാരയിലേക്ക് വന്ന് പത്രവാർത്തകളിലെങ്കിലും അവരുടെ പേരുകൾ 1-ാം സ്ഥാനത്ത് തന്നെ വയ്ക്കണം. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ പേരിന് മുമ്പ് തന്നെ പാർട്ടി വിട്ടുപോയി വന്നവരുടെ പേര് വയ്ക്കാൻ സാധിച്ചാൽ ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ പാർട്ടി ഉയർന്നു വന്ന് എല്ലാവർക്കും അഭിമാനിക്കാൻ സാധിക്കും. കേരള കോൺഗ്രസ് പാർട്ടി അച്ചടക്കം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരെന്നും പുറത്താണ്. പാർട്ടിക്ക് അധികാരം ലഭിക്കുമ്പോൾ അതിന്റെ ആദായം പറ്റാൻ കരയ്ക്ക് നിന്ന് കപ്പലോടിച്ച് നടന്നവരെല്ലാം ഓടിയെത്തും. മാത്രമല്ല പിരിവും ആരംഭിക്കും. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ തോൽവി വിലയിരുത്തുമ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കേണ്ടതാണ്. ഒന്നാമതായി, അന്യ പാർട്ടികളിൽ പ്രവർത്തിച്ചവരെ സീറ്റിന് വേണ്ടി മാത്രമായി പാർട്ടിയിൽ സ്വീകരിക്കുന്ന പ്രവണത അത് അവസാനിപ്പിക്കണം. മറ്റൊന്ന്, പാർട്ടി വിട്ട് പല പ്രാവശ്യം പുറത്തുപോയി തിരിച്ചു വന്നവരെ പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങൾ ഏൽപ്പിക്കുന്നത് ശരിയല്ല. മാത്രമല്ല, പാർട്ടി ചെയർമാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ഇതുപോലെയുള്ള ഏഴാംകൂലികളെ, ഞാഞ്ഞൂലുകളെ കൂടെ നിർത്തി പത്രസമ്മേളനം നടത്തിയാൽ അതെല്ലാം പാർട്ടി ചെയർമാന് തന്നെ അപമാനമാണ്. നിലവാരമുള്ള ഒരുത്തനും പാർട്ടിയിലില്ലെന്ന ധാരണ പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് നൽകും. റോഷി അഗസ്റ്റിനെയും തോമസ് ചാഴിക്കാടനെയും ജയരാജനെയും ഒക്കെ അവരെ പോലെയുള്ളവരെ പത്രസമ്മേളനങ്ങളിൽ കൂടെ ഇരുത്തുവാൻ ശ്രമിച്ചാൽ അത് ജനങ്ങൾക്ക് നല്ല സന്ദേശം നൽകും.